problem. Let V equal to M22 be the set of all 2 by 2 matrices with real entries. With the addition and scalar multiplication to be usual matrix addition and scalar multiplication. Show that V is a vector space. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം? V എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് എന്താണ് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്? M22 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതെന്താണ്? മെട്രിസസുകളാണ് ഇതിന് മൊത്തം ഉള്ളത്. ആ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2 by 2 ഓർഡർ ആണ്. അതുപോലെ അതിനകത്തുള്ള നമ്പേഴ്സ് ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ സാധാരണ മെട്രിക്സിൽ ഡിഫൈൻ ചെയ്യുന്ന മെട്രിക്സ് അഡീഷനും അതുപോലെ തന്നെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ V എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ളത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ V എന്ന് പറയുന്ന ആള് വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ കാണിക്കണം. അങ്ങനെ വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? നമുക്ക് കുറച്ച് ആക്സിയംസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ആക്സിയംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ട്രൂ ആണെന്നുള്ള കാര്യം നമ്മൾ കാണിക്കണം. അപ്പൊ ഒന്നാമത് കാണിക്കേണ്ടത് എന്തായിരുന്നു? വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന ആൾ എന്താണ്? ക്ലോസ്ഡ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് ഇതിനകത്ത് രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ട് നമ്മൾ അവരെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? കിട്ടുന്ന എലമെന്റ് എവിടെ തന്നെ വേണം? ആ സെറ്റിൽ തന്നെ കിടക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ആർബിട്രറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ട് എലമെന്റ്സ് എടുക്കുകയാണ് വിയിൽ നിന്ന്. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ് എ കോമ ബി ബിലോങ്സ് ടു വി. വി എന്ന് പറയുന്ന ആൾ ആരാണ്? M22. M22 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ മാട്രിസസ് വിത്ത് 2 by 2 ഓർഡർ ആൻഡ് റിയൽ എൻട്രീസ്. അപ്പൊ എ എന്ന് പറയുന്ന ആളുടെ രൂപം ഏകദേശം എങ്ങനെയായിരിക്കും? 2 by 2 ആണല്ലോ. അപ്പോ A11, A12, A21. അപ്പൊ ബി എന്ന് പറയുന്ന ആളുടെ രൂപം എങ്ങനെയായിരിക്കും? B11, B12, B21, B22. അപ്പൊ ഏതാ എയും ബിയും നമ്മൾ ഫിക്സ് ചെയ്ത ആർബിട്രറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? A പ്ലസ് ബി നോക്കി നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ AIJ എന്ന് പറയുന്ന ആൾക്കാർ എവിടെ കിടക്കുന്നത്? റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? കാരണം മാട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ? വിത്ത് റിയൽ എൻട്രീസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ AIJ എന്ന് പറയുന്ന ആൾക്കാർ ആരായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ BIJ എന്ന് പറയുന്ന ആൾക്കാർ എവിടെ ആയിരിക്കണം? റിയൽ നമ്പേഴ്സിലായിരിക്കണം കിടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. എന്താ കിട്ടുക? A11 plus B11, A12 plus B12, A21 plus B21, A22 plus B22. ശരിയല്ലേ? ഇനി ഈ A11 എന്ന് പറയുന്ന ആൾ എന്താണ്? റിയൽ നമ്പർ ആണ്. B11 എന്ന് പറയുന്ന ആൾ എന്താണ്? റിയൽ നമ്പർ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക?
അഗൈൻ ഒരു റിയൽ നമ്പർ അല്ലേ കിട്ടുക? അതെ. അപ്പൊ ഈ വാല്യൂ എവിടെയാണ് കിടക്കുന്നത്? ആറിൽ തന്നെ കിടക്കുന്നത്. ഇതെവിടെയാണ് കിടക്കുന്നത്? രണ്ട് റിയൽ നമ്പർ സം ചെയ്യുമ്പോൾ അതും തന്നെയാണ്, അതും ആറിൽ തന്നെ കിടക്കുക. ഇവരിവിടെ തന്നെ കിടക്കുക, ആറിൽ തന്നെ കിടക്കുക, ഇതും ആറിൽ തന്നെയാണ് കിടക്കുക. അപ്പൊ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ ഓർഡർ എത്രയാ? 2/2 ആണ്. അതിനകത്ത് എൻട്രീസ് ഒക്കെ ആരാണ്? റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് ഏതിനകത്ത് കിടക്കും? M22 കിടക്കില്ലേ? അതായത് എ ബി എന്ന് പറയുന്ന ആൾക്കാർ വി ആയിരുന്നപ്പോ A+B എന്ന് പറയുന്ന ആളും എവിടെ തന്നെ കിടക്കുന്നത്? ബിയുടെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ആക്സിയം എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. The set M22 is closed under addition. ഇനി അടുത്തത് എന്താണ് നമ്മുടെ രണ്ടാമത്തെ ആക്സിയം? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? A+B = B+A എന്ന് കാണിച്ചാൽ പോരെ? മതിയില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ നമ്മൾ എന്തെടുത്തു? A+B, A ഇങ്ങനെ എടുത്തു, B ഇങ്ങനെ എടുത്തു, A+B ഇങ്ങനെ കിട്ടി. അപ്പൊ ഇത്രയും ഭാഗം മാത്രം നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ ഇതിനെ റീറൈറ്റ് ചെയ്യാണ്. ഇത് മൊത്തം എന്താണ്? റിയൽ നമ്പേഴ്സ് അല്ലേ? റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ലേ? 1+2 എന്ന് പറഞ്ഞാലും 2+1 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് നമ്മൾ എന്ത് ചെയ്തു? വെക്ടർ സ്പേസിനകത്ത് നമ്മൾ R എന്ന് പറയുന്ന ആൾ എന്താണ്? ഇത് യൂഷ്വൽ അഡീഷൻ, യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു വെക്ടർ സ്പേസ് എന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? റിയൽ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് 1+2 എന്ന് പറയുന്നത് 2+1 എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ തിരുത്തി എഴുതുവാണ്. അതായത് A11 + B11 ഞാൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് ഞാൻ എന്ത് ചെയ്തതാണ്? B11 + A11. ഇതേപോലെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാണ്? തിരിച്ചെഴുതുവാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി പിരിച്ചെഴുതാൻ പോവാണ്. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇതെന്താ? സോറി, B+A. അപ്പൊ നമ്മളിപ്പോ എന്താ കാണിച്ചേ? ആർബിട്രറി ആയിട്ട് ഒരു എയും ബിയും നമ്മുടെ സെറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ A+B എന്ന് പറഞ്ഞതും B+A എന്ന് പറഞ്ഞതും എന്താണ്? സെയിം ആണെന്ന് നമ്മൾ കാണിച്ചു. ഇതായിരുന്നു നമ്മുടെ എന്ത്? രണ്ടാമത്തെ ആക്സിയം. അപ്പൊ അത് ഓക്കെ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത എവിടേക്കാണ് പോകേണ്ടത്? മൂന്നാമത്തെ ആക്സിയം. ഏകദേശം എന്താണ്? അസോസിയേറ്റിവിറ്റി പറയുന്നത്. മൂന്നാമത്തെ ആക്സിയം നമുക്ക് എന്താ കാണിക്കേണ്ടത്? A+B+C = A+B+C. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? A, B, C എന്ന് പറയുന്ന 3 എലമെന്റ്സ് നമ്മൾ എവിടെ എടുക്കണം? ബിയിൽ എടുക്കണം. For any A, B, C belongs to B = M22, A = അപ്പൊ എന്തായിരിക്കണം? A11, A12, A21, A22. B എന്ന് പറയുന്ന ആള് B11, B12, B21, B22. C എന്ന് പറയുന്ന ആള് C11, C12, C21, C22. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് കാണിക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം B+C കണ്ടു നോക്കാം. കാരണം ആദ്യം എന്ത് ചെയ്യേണ്ടത്? നമുക്ക് B+C കണ്ടിട്ട് അത് എന്തിനോടുകൂടി ആഡ് ചെയ്യേണ്ടത്? എയോടുകൂടിയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ B+C കണ്ടു നോക്കുക. എന്താ കിട്ടുക? B11 + C11, B12 + C12, B21 + C21, B22 + C22. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? A +
ബി പ്ലസ് സി. അതായത് A11 A12 A21 A22 പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുവാണ് B11 പ്ലസ് C11 B12 പ്ലസ് C12 B21 പ്ലസ് C21 B22 പ്ലസ് C22. ആഡ് ചെയ്ത് നോക്കാം. എന്താ കിട്ടുക? A11 പ്ലസ് B11 പ്ലസ് C11 A12 പ്ലസ് B12 പ്ലസ് C12 A21 പ്ലസ് B21 പ്ലസ് C21 A22 പ്ലസ് B22 പ്ലസ് C22. ശരിയല്ലേ? ഇനി ഇതിനകത്ത് ഓരോ എലമെന്റ്സ് നോക്കാം. ഇവരൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിനകത്ത് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? തിരിക്കാം. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A11 പ്ലസ് B11 പ്ലസ് C11. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുന്നത്, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുന്നതും 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് റിയൽ നമ്പേഴ്സിലുണ്ട്. അത് ഈ മെട്രിക്സിൽ ഉണ്ടെന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ മെട്രിക്സിനകത്ത് ഈ ഓപ്പറേഷനകത്ത് ഉണ്ടെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇതിനകത്തുള്ള എന്താണ്? റിയൽ നമ്പറിലെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ റിയൽ നമ്പറിലെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കാണുന്നത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അടുത്തത് പോലെ എന്ത് മാറ്റം വരും? A12 പ്ലസ് B12 പ്ലസ് C12 A21 പ്ലസ് B21 പ്ലസ് C21 A22 പ്ലസ് B22 പ്ലസ് C21. ഇതിന്റെ റീസൺ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് satisfy associative property. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണ്ടേ? അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മുടെ ഉദ്ദേശം എന്താണ്? A പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടുന്ന രീതിയിലേക്കാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ബ്രാക്കറ്റിൽ എഴുതിയ ആൾക്കാരെ മൊത്തം എന്താക്കും? ഒരു മെട്രിക്സ് ആക്കി മാറ്റും. ബ്രാക്കറ്റിൽ എഴുതിയ ആളിനെ മറ്റൊരു മെട്രിക്സ് ആക്കും. അപ്പോൾ A11 പ്ലസ് B11 A12 പ്ലസ് B12 A21 പ്ലസ് B21 A22 പ്ലസ് B22 പ്ലസ് ബാക്കി എന്താ ഉള്ളത്? C11 C12 C21 C22. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ മാട്രിക്സിൽ എന്ത് ചെയ്യും? പിരിച്ചെഴുതും. അപ്പൊ നമ്മൾ എങ്ങനെ പിരിച്ചെഴുതുക? വെറുതെ ബ്രാക്കറ്റ് ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? A11 A12 A21 A22 പ്ലസ് B11 B12 B21 B22 പ്ലസ് ബാക്കി ഇവിടെ എന്താണ്ടായിരുന്നത്? C11 C12 C21 C22. അപ്പൊ ഈ കാണുന്നത് എന്താ? ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ കാണുന്നതാണ് A, ഈ കാണുന്നത് B പ്ലസ് സി. അപ്പൊ നമ്മൾ എന്താ കാണിച്ചേ? അസോസിയേറ്റിവിറ്റി ആണ് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഇഷ്ടാവില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറെ തരത്തിലും കൂടി ചെയ്യാറുണ്ട്. ഇതുവരെ എഴുതിയിട്ട് എന്ത് ചെയ്യും? ഇതിന് ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കും? 1 എന്ന് പറഞ്ഞ് കൊടുക്കും. ആ 1 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ബ്രാക്കറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? അങ്ങ് ഒഴിവാക്കും.
ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് പറഞ്ഞ് വിളിക്കും. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകളൊന്നും ബാക്കിയുള്ള ചെയ്യില്ല. ഇനി അടുത്ത സ്റ്റെപ്പാണ് ചെയ്യുക. എന്താ ചെയ്യുക? ആദ്യം എന്ത് കാണും? എ പ്ലസ് ബി കാണും. അപ്പൊ എ പ്ലസ് ബി എന്താ കിട്ടുക? A11 പ്ലസ് B11, A12 പ്ലസ് B12, A21 പ്ലസ് B21, A22 പ്ലസ് B22 എന്ന് പറഞ്ഞ് കിട്ടും. ശരിയല്ലേ? ഇനി എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞപ്പോൾ എന്താ വരിക? A11 പ്ലസ് B11, A12 പ്ലസ് B12, A21 പ്ലസ് B21, A22 പ്ലസ് B22. ഇപ്പൊ എന്ത് എഴുതി നമ്മള്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എഴുതി. പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആരാ? C11, C12, C21, C22. ഇത് രണ്ടും കൂടി സമ്മതി നമുക്ക് എന്താ കിട്ടുക? A11 പ്ലസ് B11 പ്ലസ് C11, A12 പ്ലസ് B12 പ്ലസ് C12, A21 പ്ലസ് A22 പ്ലസ് B21 പ്ലസ് C21, A22 പ്ലസ് B22 പ്ലസ് C22. ഇതിനെ നമ്മളെന്ത് പേര് വിളിക്കുക? ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ പേര് വിളിക്കുക. ഇനി നമ്മൾ 1 ഉം 2 ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വണ്ണിന്റെയും 2ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ? അല്ലേ? അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് വരണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു? 2 ഈക്വലാവും. അപ്പൊ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാ കൺവീനിയന്റ് ആയിട്ടുള്ള രൂപമെങ്കിൽ ആ രൂപത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ എന്ത് 2 കാര്യങ്ങൾ കാണിച്ചു? കമ്മ്യൂട്ടേറ്റീവ് കാണിച്ചു. ആദ്യം ക്ലോഷർ കാണിച്ചു, കമ്മ്യൂട്ടേറ്റിവിറ്റി കാണിച്ചു, ഇപ്പൊ എന്ത് കാണിച്ചു? അസോസിയേറ്റിവിറ്റി കാണിച്ചു. ഇനി അടുത്ത എന്താ കാണിക്കേണ്ടത്? ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അപ്പൊ അത് കാണിക്കാനുള്ള പരിപാടികൾ തുടങ്ങി നോക്കാം. അപ്പൊ ഞാന് സീറോ മാട്രിക്സ് ഓർമ്മയുണ്ടോ? എന്തത്? അപ്പൊ ഞാൻ സീറോ മാട്രിക്സ് എടുക്കുവാണ്. അതിന്റെ ഓർഡർ എന്താണ്? 2 2. അപ്പോ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0 0 0 0 for any a equal to a11 a12 a21 a22. ഇത് എവിടെയുള്ളത്? ബിയിലാണുള്ളത്. ഈ 0 എന്ന് പറഞ്ഞ മെട്രിക്സ് എവിടെയുള്ളത്? ഓർഡർ എന്താണ്? 2/2 ആണ്. 0 എന്ന് പറയുന്ന ആൾ എന്താണ്? റിയൽ നമ്പർ ആണ്. അപ്പോൾ എന്റെ സീറോ വെക്ടർ എവിടെയാണ് കിടക്കുന്നത്? ഐ മീൻ സീറോ മെട്രിക്സ് എവിടെയാണ് കിടക്കുന്നത്? ബിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതായത് M22 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. അപ്പൊ ഏതൊരു എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്തായാലും വിളിക്കാൻ പറ്റും? ഒരു സീറോ വെക്ടർ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ്? a പ്ലസ് 0 എന്താ സംഭവിക്കുക? A11 A12 A21 A22 ഈക്വൽ ടു പ്ലസ് 0 0 0 0 എന്താ കിട്ടുക? A11 പ്ലസ് 0 A12 പ്ലസ് 0 A21 പ്ലസ് 0 A22 പ്ലസ് 0 which is equal to A11 A12 A21 A22 which is equal to എന്താണ്? A ആണ്. ശരിയല്ലേ? ഇനി ഇതേപോലെ നമുക്ക് എന്ത് കാണിക്കാം? 0 പ്ലസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇതിനെ ഞാൻ 1 എന്നും ഇതിനെ 2 എന്നും പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഫ്രം 1 and 2 നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് 0 ഈക്വൽ ടു എ ഈക്വൽ ടു 0 പ്ലസ് എ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇതെന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു? അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എക്സിം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ശരിയല്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താ ഇനി ബാക്കിയുള്ളത്? ഒരു അഡിറ്റീവ് ഇൻവേഴ്സും കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ എന്തെടുത്തു? നമ്മുടെ എ എന്ന് പറയുന്ന ആളെ തന്നെ എടുത്തു. ആർബിട്രറി ആയിട്ടാണ് നമ്മൾ എ എന്ന് പറഞ്ഞ ആളെ എടുക്കുന്നത്. അപ്പോ A11 A12 A21 A22.
അപ്പോൾ A11 A12 A21 A22 എന്ന് പറയുന്ന ആൾക്കാർ റിയൽ നമ്പറിനകത്താണെന്നുണ്ടെങ്കിൽ -A11 -A12 -A21 -A22 ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. റിയൽ നമ്പറിൽ തന്നെ ഉണ്ടാവില്ലേ? ഒരു റിയൽ നമ്പറിനെ മൈനസ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ തന്നെ ഉണ്ടാവും, റിയൽ നമ്പറിനകത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ അവരെന്ത് ചെയ്യാണ്, ഒരു മെട്രിക്സ് ആയിട്ട് എടുക്കുകയാണ്. ആ മെട്രിക്സിനെ ഞാൻ തൽക്കാലം -A എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. അപ്പോൾ -A എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? -A11 -A12 -A21 -A22. ഇതെവിടെ കിടക്കുന്നത്? ബിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കിടക്കുന്നത്. റിയൽ നമ്പേഴ്സ് ആണ് എൻട്രീസ് 2/2 ഓർഡർ. അപ്പോൾ ഇത് ഇവിടെ തന്നെയാണ് കിടക്കുന്നത്, ബിയിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇനി A പ്ലസ് -A എന്താ കിട്ടുക? A11 പ്ലസ് -A11 A12 പ്ലസ് -A12 A21 പ്ലസ് -A21 A22 പ്ലസ് -A22 എന്ന് പറഞ്ഞ് കിട്ടും. സമയം നമുക്ക് എന്ത് കിട്ടും? 0 0 0 0. അതായത് നമ്മുടെ സീറോ മാട്രിക്സ് കിട്ടി. ഇതേപോലെ -A പ്ലസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A പ്ലസ് -A ഈക്വൽ ടു സീറോ മാട്രിക്സ് ഈക്വൽ ടു -A പ്ലസ് A എന്ന് പറഞ്ഞ് കിട്ടും. ബൈ ഡെഫിനിഷൻ എന്താണ്? അടുത്ത ആക്സിയം എന്ത് ചെയ്തു? ഇത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ആക്സിയം എന്ത് ചെയ്ത് കഴിഞ്ഞു? നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തുള്ള പരിപാടികളാണ് തുടങ്ങേണ്ടത്? സ്കേലാർ വെച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പൊ സ്കേലാർ വെച്ച് നമുക്ക് ആദ്യം കാണിക്കേണ്ട എന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണെന്ന്? എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ആക്സിയം. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? K എന്ന് പറയുന്ന ആൾ എന്താണ്? സ്കേലാർ നമ്മൾ പറയണം. ലെറ്റ് K be any scalar and for any A belongs to R, K into A equal to എന്താണ്? K into A എന്ന് പറയുന്ന ആരാണ്? A11 A12 A21 A22. സ്കേലാർ വെച്ച് എങ്ങനെ മെട്രിക്സിന് മൾട്ടിപ്പിൾ ചെയ്യാം? സ്കേലാർ എടുത്ത് ഉള്ളിൽ കൊടുക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് K A11 K A12 K A21 K A22. A11 എന്ന് പറയുന്ന ആള് റിയൽ നമ്പർ ആണ്, K എന്ന് പറയുന്ന ആള് സ്കേലാർ ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ KA11 എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവും? അതും ആറിൽ തന്നെ ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഇതെവിടെ കിടക്കുന്നത്? ബി തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ A belongs to R എന്നാണ് എഴുതുന്നത്. A belongs to എന്താണ് എഴുതേണ്ടത്? ബി എന്നാണ് എഴുതുന്നത്. അപ്പൊ എന്താ കാണിച്ചേ? ഏതൊരു സ്കേലാർ Kയ്ക്കും A എന്ന് പറയുന്ന വെക്ടർ നമ്മൾ വീടകത്ത് എടുക്കുവാണെങ്കിൽ KA എന്ന് പറയുന്ന ആൾ എവിടെ തന്നെ ഉണ്ടാവും? വീടകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അതെന്ത് പ്രൂവ് ചെയ്തു? നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറി? ട്രൂ ആയിട്ട് മാറി. ഇനി അടുത്ത ആക്സിയം നമുക്ക് എന്താ കാണിക്കാനായിട്ടുള്ളത്? K into A plus B equal to KA plus KB എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? കാണിക്കാനായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അടുത്ത ആക്സിയം. ഇപ്പൊ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന എയും ബിയും ഒക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ആൾക്കാർ തന്നെ. അപ്പൊ K into A plus B എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? K into A11 plus B11 A12 plus B12 A21 plus B21 A22 plus B22. അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കണം, ഉള്ളിലേക്ക് കൊടുക്കാം. K into A11 plus B11 K into A12 plus B12 K into A21 plus B21 K into A22 plus B22. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, എക്സ്പാൻഡ് ചെയ്ത് തന്നു. KA11 plus
KB11 KA12 plus KB12 KA21 plus KB21 KA22 plus KB22 സ്പ്ലിറ്റ് ചെയ്ത് തരുന്നു. KA11 KA12 KA21 KA22 പ്ലസ് ഇവിടെ പ്ലസ് KB11 KB12 KB21 KB22. ഇനി എന്ത് ചെയ്യുന്നു? സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് k നെ എന്ത് ചെയ്യാണ്? നമ്മൾ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എന്ത് കിട്ടും? K ഇൻറ്റു A11 A12 A21 A22 പ്ലസ് K ഇൻറ്റു B11 B12 B21 B22. ഇതെന്താ? K ഇൻറ്റു A പ്ലസ് K ഇൻറ്റു B. അപ്പോൾ എന്ത് ചെയ്തു? ആ ആക്സിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി. ഇനി അടുത്ത ആക്സിയത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. K എന്ന് പറയുന്ന M എന്ന് പറയുന്ന ആൾക്കാർ എന്താണ്? B scalars. And for any A belongs to B. നമ്മൾ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K plus M into A is equal to KA plus MA. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? കാണിക്കാനായിട്ടുള്ള ആക്സിയം. അപ്പോൾ നമുക്ക് തുടങ്ങാം. K plus M into A equal to K plus M into A എന്ന് പറയുന്ന A11 A12 A21 A22 പ്ലസ് പ്ലസ് അല്ല ഈക്വൽ ടു സ്കാലർ എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് കൊടുക്കണം മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ. അപ്പോൾ K പ്ലസ് M ഇൻറ്റു A11 K plus M into A12 K plus M into A21 K plus M into A22. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ കിട്ടുക? ഇതെല്ലാതും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ KA11 plus MA11 KA12 plus MA12 KA21 plus MA21 KA22 plus MA22. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? കെയും എയും ഒരുമിച്ച് വരണം, എമ്മും എയും ഒരുമിച്ച് വരണം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? KA11 KA12 KA21 KA22 പ്ലസ് MA11 MA12 MA21 MA22. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് പുറത്തേക്ക് വയ്ക്കണം. അപ്പോൾ K ഇൻറ്റു A11 A12 A21 A22 പ്ലസ് M ഇൻറ്റു A11 A12 A21 A22 which is equal to K into A plus M into A. അപ്പം എന്ത് സംഭവിച്ചു? അടുത്ത ആക്റ്റീവ് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇനി അടുത്ത പ്രൂവ് ചെയ്യാനുള്ള ആക്സിയം എന്താണ്? നമുക്ക് K into MA equal to KM into A. ഇതാണ് നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം? MA എന്ന് പറയുന്ന ആൾ എന്താണെന്ന് എഴുതണം. എന്താണ്? M into A11 M into A12 M into A21 M into A22. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ K into MA എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും? K into MA11 MA12
MA21 MA22 which is equal to മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീൻ ഡെഫിനിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ KMA11 KMA12 KM21 KMA22. ഇനി നമുക്ക് വേണ്ട റിസൾട്ട് എന്താണ്? KIനെയും Mനെയും ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുക. അത് നമുക്ക് നേരെ ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ബേസിക്കലി അല്ലേ? നമ്മുടെ ഉദ്ദേശിതായിരുന്നില്ലേ? Mനും കൂടി പുറത്തേക്ക് വരില്ലായിരുന്നില്ലേ? അപ്പൊ ഈ സ്റ്റെപ്പ് ചെയ്യണ്ട, നേരെ എന്ത് ചെയ്താൽ മതി? ഇവിടെ K വെച്ചിട്ട് ഈ Mനെയും കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ KM A11 A12 A21 A22. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? KM ഇൻറ്റു ഇതെന്താണ്? A. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്തു? കഴിഞ്ഞ് കിട്ടി. ഇനി അവസാനം നമുക്ക് എന്താണ് വേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് നമുക്ക് നോക്കാം. 1 എന്ന് പറയുന്ന ആൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു? ആറിൽ നിന്ന് എടുക്കുന്നു. സോറി, ആറല്ല, ആറിൽ തന്നെ എടുക്കുന്നു. കാരണം അയാൾ എന്താ വേണ്ടത്? സ്കെയിലാർ ആണ് നമുക്ക് വേണ്ടത്. എ എന്ന് പറയുന്ന ആൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു? ബിയിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1A എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? 1 ഇൻറ്റു A11 A12 A21 A22 is equal to 1 into A11 1 into A12 1 into A21 1 into A22 which is equal to A11 A12 A21 A22 which is equal to നമുക്ക് എന്ത് കിട്ടി? A എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റിനകത്തുള്ള ഈ രണ്ട് ഓപ്പറേഷൻസ് 10 ആക്സിയം എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെ 10 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? V എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് പറയാം? വെക്റ്റർ സ്പേസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലിയർ ആയല്ലോ?